ഇംഗ്ലണ്ടിനെതിരെ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ മികച്ച സ്കോറിലേക്ക്. സെഞ്ചുറി നേടിയ യശസ്വി ജയ്സ്വാളിന്റെ കരുത്തിൽ ഇന്ത്യ ഒന്നാം ദിനം സ്റ്റെമ്പ് എടുക്കുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 336 റൺസ് എടുത്തിട്ടുണ്ട്. അശ്വിൻ ജയ്സ്വാളിന് കൂട്ടുണ്ട്. ജയ്സ്വാൾ 179 റൺസ് നേടി പുറത്താകാതെ നിൽക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിന് വേണ്ടി അരങ്ങേറ്റക്കാരൻ ഷോയിബ് ബഷീർ 2 വിക്കറ്റ് എടുത്തു. ജെയിംസ് ആൻഡേഴ്സൺ, ടോം ഹാഡ്ലി, രഹാൻ അഹമ്മദ് എന്നിവർക്ക് ഓരോ വിക്കറ്റുണ്ട്. നേരത്തെ വിശാഖപട്ടണത്ത് നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യൻ നായകൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. മോശം തുടക്കമായിരുന്നു ടീം ഇന്ത്യക്ക്. 40 റൺസാവുമ്പോൾ ആദ്യ വിക്കറ്റ് നഷ്ടമായി. രോഹിത്തിനെ ഷോയിബ് ബഷീർ കൊടുക്കുകയായിരുന്നു. ലെഗ് സ്ലിപ്പിൽ ഒലി പോപ്പിന് ക്യാച്ച്. പിന്നീടെത്തിയ ശുഭ്മൻ ഗിൽ നന്നായി തുടങ്ങി. ഫോം വീണ്ടെടുക്കുന്നതിന്റെ ലക്ഷണങ്ങളും കാണിച്ചു. എന്നാൽ അധിക നേരം ക്രീസിൽ തുടരാൻ ഗില്ലിനായില്ല. ജെയിംസ് ആൻഡേഴ്സന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ ബെൻ ഫോക്സിന് ക്യാച്ച്. 5 ബൗണ്ടറികൾ ഉൾപ്പെടുന്നതായിരുന്നു ഗില്ലിന്റെ ഇന്നിംഗ്സ്. ലഞ്ചിന് ശേഷം ശ്രേയസ് അയ്യരും മടങ്ങി. ഹാഡ്ലിയുടെ പന്തിൽ വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് നൽകിയാണ് ശ്രേയസ് അയ്യർ മടങ്ങുന്നത്. പിന്നീടെത്തിയത് അരങ്ങേറ്റക്കാരൻ രജത് പാട്ടീദാർ ആയിരുന്നു. ആത്മവിശ്വാസത്തോടെയാണ് രജത് പാട്ടീദാർ തുടങ്ങിയത്. എന്നാൽ രഹാൻ അഹമ്മദിന്റെ പന്തിൽ താരം പുറത്തായി. പ്രതിരോധിക്കുന്നതിനിടെ ബാറ്റിൽ തട്ടി പന്ത് സ്റ്റെമ്പിലേക്ക് വീണു. ഇതിനിടെ ജയ്സ്വാൾ സെഞ്ചുറി പൂർത്തിയാക്കിയിരുന്നു. താരത്തിന്റെ 2ാം സെഞ്ചുറിയാണിത്. ഇതുവരെ 5 സിക്സും 17 ഫോറും ജയ്സ്വാൾ നേടി. എന്നാൽ ആദ്യ ദിനം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് അക്സർ പട്ടേലും KS ഭരത്തും വിക്കറ്റ് വലിച്ചെറിഞ്ഞത് ഇന്ത്യക്ക് തിരിച്ചടിയായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി രോഹിത് ശർമ്മ 41 പന്തിൽ 14 റൺസാണ് നേടിയത്. ശുഭ്മാൻ ഗിൽ 34 റൺസ് നേടി. ശ്രേയസ് അയ്യർ 27 റൺസ് നേടി പുറത്താവുകയായിരുന്നു. പാട്ടീദാർ 32 റൺസ് എടുത്തും അക്സർ പട്ടേൽ 27 റൺസ് എടുത്ത് പുറത്തായി. ശ്രീകർ ഭരത് 17 റൺസ് എടുത്ത് പുറത്തായി.